Hi dear students, Capacity of Parties എന്ന ചാപ്റ്ററിലെ നാലാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ. ഈ ചാപ്റ്ററിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് ആർക്കെല്ലാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞു എല്ലാ ആളുകൾക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും, 3 ആളുകൾക്കൊഴിച്ച്. അതിലൊന്ന് നമ്മൾ പറഞ്ഞതാണ് മൈനർ, രണ്ടാമത്തെ പറഞ്ഞതാണ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, അത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത് പറയാൻ പോകുന്നതാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ. മറ്റു നിയമങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകളെയാണ് നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ പറയുന്നത്. ഒന്നാമത്തെ ആളാണ് ഏലിയൻ എനിമി. ആരാണ് ഏലിയൻ എനിമി? A person who is not a citizen of India is called alien. ഏലിയൻ എന്ന് പറയുന്നത് വ്യക്തികളെ കുറിച്ചാണ് എങ്കിൽ നമ്മൾ ഈ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത എല്ലാ ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം? ഏലിയൻ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. An alien may either an alien friend or an alien enemy. ഏലിയൻ എന്ന് പറയുന്നത് 2 തരത്തിലാകാം. ഒന്നെങ്കിൽ ഏലിയൻ ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ അവരെന്തായിരിക്കും? ഏലിയൻ എനിമി ആയിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏലിയൻ എനിമീസിൻ്റെ കാര്യമാണ്. ഏലിയൻ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല. ഏലിയൻ എനിമി ആരായിട്ടാണ് വരുന്നത്? എങ്ങനെയാണ് ഏലിയൻ എനിമി ആവുന്നത്? ആൻ ഏലിയൻ വൂസ് കൺട്രീസ് അറ്റ് വാർ വിത്ത് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു രാജ്യത്തിലെ ഒരു പൗരൻ, ഒരു ഏലിയൻ, അദ്ദേഹത്തെ നമ്മൾ ഏലിയൻ എനിമി എന്നാണ് വിളിക്കുക. വ്യക്തിപരമായിട്ട് അയാളുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്താണ്, അയാളെ നമ്മൾ വിളിക്കുന്നത് ഏലിയൻ എനിമി എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ചൈന യുദ്ധം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ ചൈനയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കരാർ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ കരാറിൽ ഏർപ്പെട്ട ചൈനക്കാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏലിയൻ എനിമി എന്ന്. അദ്ദേഹം എന്താണ്? വേറൊരു രാജ്യത്തെ ആളാണ്. ആ രാജ്യവുമായിട്ട് ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ നമ്മൾ ഏലിയൻ എനിമി ആയിട്ടാണ് കണക്കാക്കുക. ഇനി നോക്കാം. നോ കോൺട്രാക്ട് ക്യാൻ ബി മെയ്ഡ് വിത്ത് ആൻ ഏലിയൻ എനിമി എക്സെപ്റ്റ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഫ്രം ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രയർ അപ്രൂവൽ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരിക്കലും തന്നെ ഒരു കോൺട്രാക്റ്റ് ഏലിയൻ എനിമിയുമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇഫ് കോൺട്രാക്ട് മെയ്ഡ് ബിഫോർ വാർ ദേ ക്യാൻ പെർഫോംഡ് ഓൺലി വെൻ ദ വാർ ഈസ് ഓവർ. ഇവിടെ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തത് വാർ നടക്കുന്നതിന് മുമ്പാണ്. പക്ഷെ പിന്നീട് വാർ നടന്നു, യുദ്ധം നടന്നു. ആ സമയത്ത് നമുക്ക് ഈ പെർഫോമൻസ് ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. പൈസ കൊടുക്കാനോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അതിൻ്റെ സാധനങ്ങൾ കൊടുക്കാനോ ഒരു ട്രാൻസാക്ഷൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, ഈ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും? എപ്പോഴാണോ യുദ്ധം അവസാനിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യാം? ഈ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് ഏലിയൻ എനിമീസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ആളെയാണ് നമ്മൾ പറയുന്നത് ഫോറിൻ സോവറിൻ ആൻഡ് അംബാസിഡർ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ ഫോറിൻ സോവറിൻ അല്ലെങ്കിൽ അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ അംബാസിഡേഴ്സ് ദുബായിലുണ്ടായിരിക്കും, ഖത്തറിലുണ്ടായിരിക്കും, അമേരിക്കയിൽ, അങ്ങനെ എല്ലാ രാജ്യത്തും ഇന്ത്യൻ്റെ അംബാസിഡർമാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഡീലിംഗ് ആണ്. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് നമ്മുടെ രാജ്യത്തും ഉണ്ടായിരിക്കും. ഫോറിൻ സോവറിൻ ആൻഡ് അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫോറിൻ സ്റ്റേറ്റ് ഓർ അംബാസിഡേഴ്സ് enjoy special privilege by which they cannot be issued in ഇന്ത്യൻ കോർട്ട്. ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ഇന്ത്യൻ കോർട്ടിൽ നമുക്ക് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. ഇവർക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. However, they can, if they choose, enter into a contract and can enforce such a contract in Indian court. ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. അത് ഇന്ത്യൻ കോർട്ടിൽ എന്താണ്? അത് വാലിഡ് കോൺട്രാക്റ്റ് തന്നെയാണ്.
പക്ഷേ അതിനെന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റു വ്യക്തികളുമായിട്ട് നടത്തുന്ന കോൺട്രാക്റ്റ് പോലെ ഇവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇവർക്കൊരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇഫ് അംബാസിഡർ ഈസ് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ത്രൂ ആൻ ഏജൻറ്റ് റിസൈഡിങ് ഇൻ ഇന്ത്യ, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാളെ നിർത്തിക്കൊണ്ട് ഒരു അംബാസിഡർ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഫോറിൻ സോവറിൻ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദ ഏജൻറ്റ് ഷാൾ ബി ഹെൽഡ് ലയബിൾ ഓൺ ദി കോൺട്രാക്ട് ആസ് പെർ ദ ലോ ഓഫ് ഏജൻസി. ലോ ഓഫ് ഏജൻസി പ്രകാരം ഈ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളിനായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആളിനായിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ലയബിലിറ്റി. അതാണ് ഫോറിൻ സോവറിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്തതാണ് കൺവിക്റ്റ്. കൺവിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എ കൺവിക്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് സെൻറ്റൻസ്ഡ് ബൈ കോമ്പീറ്റൻറ്റ് കോർട്ട് ടു ഡെത്ത് സെൻറ്റൻസ് ഓർ ഇംപ്രിസൺമെൻറ്റ്. അഥവാ കൺവിക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറ്റവാളിയാണ് നമ്മൾ കൺവിക്റ്റഡ് പേഴ്സൺ എന്ന് പറയാം. ഒന്നെങ്കിൽ അവർക്ക് ഡെത്ത് സെൻറ്റൻസ് ആയിരിക്കും, മരണവാറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആളായിരിക്കും, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ജയിലിൽ അടക്കാൻ വിധിക്കപ്പെട്ട ആളായിരിക്കും. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ്ഡ് ആക്കപ്പെട്ട പേഴ്സൺസിനെയാണ് നമ്മൾ കൺവിക്റ്റ് എന്ന് പറയുന്നത്. എ കൺവിക്റ്റ് വെൻ അണ്ടർഗോയിങ് ഇംപ്രിസൺമെൻറ്റ് ഈസ് ഇൻകാപ്പബിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. ഇങ്ങനെയുള്ള കൺവിക്റ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതെന്തല്ല, വാലിഡ് കോൺട്രാക്റ്റ് അല്ല. ഇനി അടുത്തതാണ് പ്രൊഫഷണൽ പേഴ്സൺസ്. പ്രൊഫഷണൽ പേഴ്സൺസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ അപ്ലിക്കബിൾ അല്ല, എന്നിരുന്നാലും പറയാം. ഇൻ ഇംഗ്ലണ്ട് ബാരിസ്റ്റേഴ്സ് കനോട്ട് സ്യൂ ദെയർ ക്ലൈൻറ്റ് ഫോർ ദെയർ പേഴ്സണൽ ഫീസ്. ഇവിടെ ഇംഗ്ലണ്ടിൽ ബാരിസ്റ്റേഴ്സ് അഥവാ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രൊഫഷണൽ ഫീസിനും വേണ്ടിയിട്ട് ക്ലൈൻറ്റിനെ എതിരെ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു ലോ ഇംഗ്ലണ്ട് ലോയിൽ നിലവിലുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ത്യയിൽ അത് നിലവിലില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ ബാർ കൗൺസിൽ ആക്ട് 1927 ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ഹിസ് ക്ലൈൻറ്റ് ആൻഡ് ക്യാൻ ഓൾസോ ബ്രിങ് സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിം ഫോർ ഹിസ് ഫീസ്. ഒരു ക്ലൈൻറ്റുമായിട്ട് ഇന്ത്യയിലുള്ള അഡ്വക്കേറ്റ്സിന് എന്ത് ചെയ്യാം, ഇവിടെ ക്ലൈൻറ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അവരുടെ കേസൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഇനി അതേപോലെ ക്ലൈൻറ്റ് എന്ത് ചെയ്യില്ല, ക്യാഷ് കൊടുത്തിട്ടില്ല, അതിന് ഫീസ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം, അവർക്കെതിരെ കേസ് കൊടുക്കാനും സാധിക്കും. അതാണ് പറഞ്ഞത്, ആൻഡ് ക്യാൻ ആൾസോ ബ്രിങ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിം ഫോർ ഹിസ് ഫീസിന് വേണ്ടി എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം, സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത പേഴ്സൺ ആണ് ഇൻസോൾവെൻറ്റ്. ഇൻസോൾവെൻ്റ് ആരാണ് നമുക്കറിയാലോ, പാപ്പരായ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസോൾവെൻറ്റ്. വെൻ ഡെപ്റ്റർ ഈസ് അഡ്ജഡ്ജ്ഡ് ആസ് ഇൻസോൾവെൻറ്റ് ഹിസ് പ്രോപ്പർട്ടി വെസ്റ്റഡ് ഇൻ ദ ഒഫീഷ്യൽ റിസീവർ ഓർ ഒഫീഷ്യൽ അസൈനി. ഇവിടെ അഡ്ജഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളെ ഒരു പാപ്പരാക്കി ഇൻസോൾവെൻ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയാളുടെ പ്രോപ്പർട്ടി വെസ്റ്റഡ് ഇൻ ദ ഒഫീഷ്യൽ റിസീവർ, ഒഫീഷ്യൽ റിസീവറുടെ കയ്യിലായിരിക്കും. ഒഫീഷ്യൽ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇയാളുടെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആളെയാണ് ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒഫീഷ്യൽ റിസീവറുടെ കയ്യിലായിരിക്കും ഇയാളുടെ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻസോൾവെൻറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റില്ല. ദെർബൈ ഹി കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അതുകൊണ്ട് തന്നെ ഇൻസോൾവെൻ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ട ആളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റില്ല. ഇയാൾക്ക് സ്വത്തുണ്ടായിരിക്കും, ആ സ്വത്തൊക്കെ വിറ്റിട്ട് ഇനി കടം വീട്ടണം. അതിനു മുമ്പ് എന്ത് ചെയ്യും, ഇയാൾ ഇൻസോൾവെൻ്റായി പ്രഖ്യാപിക്കും. ആ സ്വത്ത് മതിയാകാതെ വരുമ്പോഴാണ് ഇൻസോൾവെൻ്റ് ആവുന്നത്. അപ്പോൾ ഈ സ്വത്ത് എന്ത് ചെയ്യണം, പിന്നീടുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നത് ഒഫീഷ്യൽ റിസീവറാണ്. ഒഫീഷ്യൽ റിസീവർ ഓർ ഒഫീഷ്യൽ അസൈനി എലോൺ ക്യാൻ മേക്ക് എ കോൺട്രാക്ട് ആസ് ടു സെയിൽ ഓഫ് ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ബി സ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ്. ഈ ഇൻസോൾവെൻ്റ് ആയ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സ്ഥലം, ഇയാളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, ഇയാളുടെ പേരിലുള്ള കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടാവും, ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, വിൽക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്, ഒഫീഷ്യൽ റിസീവർക്കാണ്. ഇയാൾക്കത് വിൽക്കാം, ഇയാൾക്കെതിരെ കേസ് കൊടുക്കാനും കേസ് കൊടുക്കപ്പെടാനും എന്ത് ചെയ്യാം, ഇവിടെ നിയമപ്രകാരം സാധിക്കും. പക്ഷേ ഇൻസോൾവെൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതാണ് ഇവിടെ
ഇൻസോൾവെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത്. അടുത്തതാണ് കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ്. നമുക്കറിയാം കോർപ്പറേഷനും കമ്പനികളും നിയമപ്രകാരം ഫോം ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഇവിടെ എന്താണ് എ കോൺട്രാക്ടൽ കപ്പാസിറ്റി ഡിറ്റർമിൻഡ് ബൈ ദി സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റിംഗ് ഇറ്റ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് വിത്തിൻ ദ പ്രൊവിഷൻസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റിംഗ് ഇറ്റ്. ഇതിന് പ്രത്യേകത എന്താണ്? ഇവിടെ നിയമപ്രകാരം എന്താണോ സ്റ്റാറ്റ്യൂട്ട്സിൽ പറയുന്നത്, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിൽ പറയുന്ന കോൺട്രാക്റ്റുകൾ മാത്രമാണ് കമ്പനിക്ക് ഏർപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ. അതല്ലാത്ത കോൺട്രാക്റ്റുകൾക്കൊന്നും അല്ലെങ്കിൽ അതിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത കോൺട്രാക്റ്റുകളിലൊന്നും കമ്പനീസ് ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ലാസ്റ്റ് പോയിൻ്റാണ് വുമൺ. സാധാരണ ഇതിൽ വുമൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു റൂളൊന്നുമില്ല. സാധാരണ എന്താണ് പുരുഷനും സ്ത്രീയും തുല്യമായിട്ടാണ് ഇന്ത്യൻ ലോയിൽ പറയുന്നത്. റിഗാർഡിംഗ് ദ കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഇൻ ഇന്ത്യ ദർ ഈസ് നോ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ഒരു വ്യത്യാസം അതിൽ പറയുന്നില്ല ഇന്ത്യൻ ലോ പ്രകാരം. എ വുമൺ വെദർ മാരീഡ് ഓർ നോട്ട്, കല്യാണം കഴിച്ചതാണെങ്കിലും അല്ലെങ്കിലും, ക്യാൻ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ് ആൻഡ് ബൈൻഡിങ് ദെയർ പ്രോപ്പർട്ടി സ്യൂ ആൻഡ് ബി സ്യൂഡ് ഓൺ സച്ച് കോൺട്രാക്റ്റ്. ഇവിടെ അങ്ങനെയുള്ള ഒരു കല്യാണം കഴിഞ്ഞതോ കഴിയാത്തതോ ആയിട്ടുള്ള പെണ്ണിന് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. ആൻഡ് ബൈൻഡ് ദെയർ പ്രോപ്പർട്ടി, അവളുടെ സ്വത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കോടതി ആ കോൺട്രാക്റ്റിന് കൂടെ ബൈൻഡ് ചെയ്യും. അല്ലെങ്കിൽ അവളുടെ പെണ്ണായതുകൊണ്ട് അവളുടെ സ്വത്ത് എടുക്കായൊന്നുമില്ല, അവളുടെ സ്വത്തും എന്ത് ചെയ്യും, ഈ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കും. ആൻഡ് സ്യൂ ആൻഡ് ബി സ്യൂഡ്, കേസ് ഇവൾക്ക് കൊടുക്കാനും ഇവൾക്കെതിരെ കേസ് കൊടുക്കപ്പെടാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സാധിക്കുന്നുണ്ട്, നിയമപ്രകാരം സാധിക്കുന്നുണ്ട്. അതാണ് പിന്നെ ഒരു പെണ്ണ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. അവൾക്ക് എന്ത് ചെയ്യാം, എല്ലാ കോൺട്രാക്റ്റും ഉൾപ്പെടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. താങ്ക് യു.